എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ, അതും ഒരു മലയാളം സിനിമ റിവ്യൂ. തുടരും എന്ന് പറയുന്ന സിനിമ, അതിന് ട്രെയിലർ കണ്ട അന്ന് മുതൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അത്ര നല്ല സിനിമയായിരിക്കില്ല, ബിക്കോസ് ചില സ്ഥലത്തു നിന്നൊക്കെ മിക്സ്ഡ് ഒപ്പീനിയൻ വന്ന്. പിന്നെ എൻ്റെ റിലയബിൾ സോഴ്സസിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി, നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സിനിമ കാണാം എന്ന് ഞാൻ കരുതി. ഇന്നലെ രാത്രി പോയി ഞാൻ സിനിമ കണ്ടു. നമ്മളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ല, സിനിമ അങ്ങനെ നല്ല രസമല്ല, സിനിമ. അപ്പോൾ സിനിമ കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരും. അപ്പോൾ നല്ലൊരു തിയേറ്ററിൽ പോയി കാണണം എന്നുണ്ടായിരുന്നു. വോക്സിലാണ് ഞാൻ സാധാരണ പോകാറ്, അപ്പോൾ ഇത്തവണയും വോക്സിൽ തന്നെ. പക്ഷേ ഇത് ഐമാക്സിലല്ലോ. നോർമലി ഞാൻ ഐമാക്സിലാണ് സിനിമ കാണാൻ പോകാറ്. അപ്പോൾ തള്ളുന്നതല്ല, ജസ്റ്റ് ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് ഇൻ ഐമാക്സ് ബിക്കോസ് ഓഫ് ദ സ്ക്രീനിൻ്റെ. അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു ദേറ സിറ്റി സെൻറ്ററിൽ ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ട്, ഒരു 1.4 എന്താ പറഞ്ഞിട്ട്, അതും നല്ലൊരു സ്ക്രീനാണ്. അപ്പോൾ എന്തായാലും അവിടെയൊന്നും ഞങ്ങൾ വിചാരിച്ച സമയത്ത് ഷോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വാഫി മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട് ദുബായിൽ, ഊദ്മേത്ത സൈഡിലായിട്ട്. അവിടെ പോയി, ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് ദുബായിൽ. ഇവിടെ ദുബായിലുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ തിയേറ്ററിൽ വാഫി മോളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ വോക്സ് സിനിമാസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. സംഭവം കയറി ചെന്നപ്പോൾ തന്നെ ഒരു അന്താളിപ്പായിരുന്നു. ഭയങ്കര സെറ്റപ്പ് സംഭവം, നല്ല കിടിലൻ എന്താ പറയുക സെറ്റപ്പ് തിയേറ്റർ. പ്രത്യേകിച്ച് അവർക്കൊരു പ്രീമിയം VIP ലോഞ്ചൊക്കെ ഉണ്ട്, VIP തിയേറ്ററും ലോഞ്ചൊക്കെ ഉണ്ട്. അതൊരു ഒന്നൊന്നര സെറ്റപ്പ്. അതൊരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നൊരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ. ഇറ്റ് വാസ് മാർവലസ് ആൻഡ് മെസ്മറൈസിങ് ആൻഡ് ത്രില്ലിങ് എന്ന് പറയാം. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ ഞാൻ ആകെ സ്റ്റണ്ടായിപ്പോയി. എന്തൊരു സ്ഥലം, വല്ലാത്തൊരു സ്ഥലം. അങ്ങനെ എന്നാലും അപ്പോൾ നമ്മൾ മാക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ്. അത് അത്യാവശ്യം വലിയ സ്ക്രീനാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ഇതുവരെ മാക്സിൽ അങ്ങനെ സിനിമ കാണാൻ പോയിട്ടില്ല. ഞാൻ സ്റ്റാൻഡേർഡിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ മാക്സ് 106 അങ്ങനെ ഒരു FM പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഐമാക്സിൽ കണ്ടിട്ടുണ്ട്. അപ്പം നോർമൽ മാക്സ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചത് ചെറിയ തിയേറ്റർ ആയിരിക്കും എന്നാണ്. പക്ഷേ അതിൻ്റെ സൈസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ മോനെ ഒരു എമണ്ടൻ തിയേറ്റർ. കാരണം ഐമാക്സ് മുകളിലേക്കാണെങ്കിൽ ഇത് അങ്ങ് സൈഡിലേക്ക് ഇങ്ങോട്ട് വലിച്ച് നീട്ടി വെച്ചിരിക്കുന്ന വമ്പൻ തിയേറ്റർ. കാരണം ഇഷ്ടംപോലെ സീറ്റ്സും. അതിൻ്റെ മുകളിലത്തെ റോയിലാണ്ടാണ് ഞങ്ങൾ ലാസ്റ്റ് 3rd റോയിലാണ്ടാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കാലെല്ലാം കഴിച്ചു കയറിയിട്ട്. അത്രയും ഹൈറ്റിലാണ് ആ സാധനം നിൽക്കുന്നത്. ബട്ട് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. സൗണ്ടും എല്ലാം നല്ല അടിപൊളി ഈ തിയേറ്ററിലെ വോക്സിലെ മാക്സ് എന്ന് പറഞ്ഞ തിയേറ്റർ. സോ എനിവേ, കമ്മിങ് ടു ദ മൂവി. എൻ്റെ പൊന്നോ, എമ്പുരാൻ കണ്ടിട്ട് ഞാൻ ആകെ ഷോക്ക് അടിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ സാധനം ഒരു ഒന്നൊന്നര സിനിമ എന്ന് തന്നെ പറയണം കേട്ടോ. ഇറ്റ് ഈസ് 1.5 ആൻഡ് മോർ ആൻഡ് ക്വാർട്ടർ ഓഫ് ഇറ്റ്, മോർ ദാൻ ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര സിനിമ, വളരെ കൂളായിട്ട് എന്താ പറയുക എടുത്തിരിക്കുന്നൊരു സിനിമ, വളരെ കൂൾ. അങ്ങനെ എനിക്കത് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഒരു ഗാംഭീര്യവും കൂടാതെ എല്ലാ വിധത്തിലും അതിൻ്റെ എല്ലാ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ നല്ലൊരു മറ്റേ കുശിനിക്കാരൻ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ചേരുവകളും ഈ മറ്റേ അളവ് തെറ്റാതെ ആ കയ്യിൽ ഇറക്കാതെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല. അതേപോലെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കടുകുറ ആൻഡ് ദാറ്റ് മാൻ, ദാറ്റ് വാസ് അമേസിങ്. ഇറ്റ് ഈസ് ഓസം എന്നാണ് പറയണം. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു മാൻ, എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും ഇയാളെ കൊണ്ട് തോറ്റു കേട്ടോ. സത്യം പറഞ്ഞാൽ പുള്ളി ആ കഥാപാത്രത്തിലുണ്ട് അലിഞ്ഞു ചേർന്നിരിക്കുക. ഈ മറ്റേ ജോർജ് കുട്ടി എന്നൊരു കഥാപാത്രത്തിന് ശേഷം പുള്ളി ഇതൊരു ഷൺമുഖൻ അഥവാ ബെൻസ് അല്ലെങ്കിൽ ഓർ ബെൻസ് അങ്ങനെയല്ലേ, AKA ബെൻസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഓ, ഒരു സാധാരണക്കാരൻ്റെ എല്ലാ മാനറിസസും. അത് മോഹൻലാലിന് അതൊരു പുത്തിരിയൊന്നുമല്ല. പക്ഷേ നമ്മൾ ഈ എല്ലാവരും പറയുന്നുണ്ട് പണ്ട് കണ്ട മോഹൻലാലിനെ കണ്ടു, പണ്ട് കണ്ട മോഹൻലാൽ. ഇറ്റ്സ്
എക്സാക്ട്ലി റൈറ്റ്. ബിക്കോസ് എനിക്കത് ഫീൽ ചെയ്തു. ഒരു നമ്മൾ കുറേ മുമ്പ് വെള്ളാനകളുടെ നാട്, മറ്റേ ആ സിനിമകളിലൊക്കെ നമ്മളെ പഴയ സത്യൻ അന്തിക്കാട് അങ്ങനെ സിനിമകളിലൊക്കെ കണ്ട് നമ്മൾ മറന്നുപോയ ആ ലാലേട്ടൻ വീണ്ടും ഒരു കംബാക്ക് നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സിമ്പിളായിട്ടാണ് പുള്ളി ആ റോൾ കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് പുള്ളി ചെയ്തിരിക്കുന്ന ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള കോമഡീസ്, വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ മൈന്യൂട്ട്, വളരെ സെറ്റിലായിട്ട് അതിൻ്റെ ഒരു സംഭവങ്ങളും മറ്റേ ആർഭാടോ അല്ലെങ്കിൽ ഓവറാക്കാതെ വളരെ നൈസായിട്ട് ആ ഒരു ചെറിയ ആ കിച്ചണിലൊക്കെ വെച്ചിരിക്കുന്ന ചെല്ലുമ്പോൾ ആ ചാട്ടവും ആ ഒരു നോട്ടം അല്ല ഒരു ആ സൗണ്ട് ഉണ്ടാക്കല് അജി ഇതൊക്കെ പറയുന്നു. പുള്ളിയുടെ കുറേ പഴയ കാലത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ആ ലാംഗ്വേജ്, മെയിനായിട്ട് ആ ലാംഗ്വേജ് പുള്ളിയുടെ എന്താ പറയുക, ഒരു ആ ലാംഗ്വേജ് റാണി ആ സ്ഥലത്തെ ലാംഗ്വേജ് പുള്ളിക്ക് ഒരുപാട് ഇതിൽ എന്താ പറയുക നല്ല പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് പുള്ളി ആ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് പുള്ളിക്ക് ഈ ടൈപ്പ് ലാംഗ്വേജസ് പെട്ടെന്ന് അനായാസമായിട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റൈലുള്ള ലാംഗ്വേജ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എന്തോ അല്ലേ ആ ഒരു ടൈപ്പ് ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ അത് ഒരു വശത്ത്. പിന്നെ ഡയറക്ഷൻ, അതൊരു എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഈ മഹാൻ സൗദി വെള്ളക്കെടുത്ത പഹനാണ്, തരുൺ മൂർത്തി അങ്ങനെ പുള്ളിയുടെ പേര്. ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ അന്ന് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞാണ് ഇയാളൊരു വേറെ ലെവൽ ഓഫ് ഡയറക്ടറാണ്. അത് കാണേണ്ട ഒരു സിനിമയാണ് സൗദി വെള്ളക്ക. ആ ഒരു സ്റ്റോറിങ്, ആ നറേഷനും, ആ എടുത്തിരിക്കുന്ന രീതിയും, അതിൻ്റെ ഒരു എല്ലാം കൊണ്ടും പുള്ളി അതിൻ്റെ ഒരു ഈ 99.9% പെർഫെക്ഷൻ കൊണ്ടുവന്ന് പറയില്ലേ, അത് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഡയറക്ടർ. അത് ഈ സിനിമയിലും നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് അത് കാണാൻ പറ്റും. പുള്ളി ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് പുള്ളി ആ സാധനം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷേ പുള്ളി അത് വളരെ ഈസി ആയിട്ട് അത് വളരെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതും വളരെ പെർഫെക്ഷനോട് വിട്ട്. ഒന്നും പറയണ്ട, ആ ഉരുൾപൊട്ടൽ സീൻ തന്നെ അധികം വലിയ ആർഭാടമൊന്നും ആക്കാതെ ആ കാണിക്കുന്നത് ആ കറക്റ്റായിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഉരുൾപൊട്ടലാണെന്നുള്ള നമുക്ക് പെട്ടെന്ന് ആ ഫീലിംഗ് അതിൻ്റെ ആ ഒരു തീവ്രതയിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ഷോട്ടും എല്ലാം കൂടി ആ ലൈറ്റിങ്ങും എല്ലാം വെച്ച്, അതുപോലെ കാടിൻ്റെ ഉള്ളിലുള്ള രംഗങ്ങൾ കാണിക്കുമ്പോഴുള്ള ലൈറ്റിങ്ങും ക്യാമറ പോകുന്ന ഫോക്കസ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന BGM, അത് അമേസിങ്. അത് ശരിക്കും ആരെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്തെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഈ മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ ഒരു വേറെ BGM ആണ്. അതുപോലെ നമ്മളെ ജോർജേട്ടൻ്റെ ഇത് കാണിക്കുമ്പോൾ വേറൊരു BGM, അതുപോലെ നമ്മളെ ബെന്നിയുടെ ഇത് കാണിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ BGM ആണ് ടോട്ടലി. ഇവർക്കൊക്കെ ഇവരെല്ലാം ഓരോ ക്യാരക്ടേഴ്സാണ് ഇതിൽ, പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ഇതിലെ വില്ലന്മാരാണ് ഇതിലത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ദ വില്ലൻസ്, ആ വില്ലന്മാർക്ക് നമ്മൾ കൈയടിക്കണം. ആ വില്ലന്മാർ അത്രയും പവർഫുള്ളും അത്രയും ക്രൂവലും അത്രയും ക്രുക്കഡും അത്രയും ഇടിച്ച് പഞ്ഞിക്കിടാൻ തോന്നില്ല. ആ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവിടെ ഹീറോ നമ്മൾ ജയിക്കുമ്പോൾ നമുക്കൊരു ഒരു ഫീലിംഗ് കിട്ടില്ല. ആ ഒരു കോരിത്തരിപ്പും ആ ഒരു ഫീലിംഗ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ആ വില്ലന്മാർ അത്രയും സ്ട്രോങ്ങും അത്രയും ക്രുക്കഡും അത്രയും തല്ലിപ്പൊളികളായിരുന്ന ആൾക്കാരാണ്. അത് ആ ഒരു ക്യാരക്ടേഴ്സിന് അത്രയും ഡീപ്പായിട്ട് ഈ പറഞ്ഞ പുതുമുഖ നടനായിട്ടുള്ള ആ വ്യക്തി എന്തോ വർമ്മ, പുള്ളിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ പപ്പുവിൻ്റെ മകൻ, എന്ത് രസമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഇടയ്ക്ക് വിചാരിക്കും ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ വിചാരിച്ചു ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവില്ല എന്നുള്ള, പക്ഷെ അയാളെ ത്രൂ ഔട്ട് അയാളുടെ ക്യാരക്ടറിൻ്റെ അവസാനം വരെ പുള്ളി ആ ഒരു പേസും ആ ഒരു ക്യാരക്ടർ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. വിനു പപ്പു സൂപ്പറായിട്ടുണ്ട്, അത് അടിപൊളി. ഈസ് വൺ ഗ്രേറ്റ് ആക്ടർ. ഐ എം ടെലിങ് യു, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു റോൾസ് ലൈക്ക് ദിസ്. നമ്മൾ തലകുത്തി എന്തായാലും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, അത് 100% ഷുവറാണ്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് തിളങ്ങിയത് കൊണ്ടാണ് മോഹൻലാലിന് അതിനും കൂടുതലായിട്ട് തിളങ്ങാൻ പറ്റിയതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അത്രയൊരു ഡെപ്ത് കിട്ടില്ലായിരുന്നു മോഹൻലാലിൻ്റെ, പ്രത്യേകിച്ച് ആ ഒരു ആഫ്റ്റർ
ഇന്റർവെൽ രംഗങ്ങളിൽ ഒരു ഇവരെ കോൺഫ്രണ്ടേഷനും ആ സസ്പെൻസ് പൊളിയുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത്രയും ഒരു ഫീലിംഗ് വരില്ലായിരുന്നു. അത് ഈ വില്ലന്മാരുടെ ഒരു വല്ലാത്ത കഴിവും ആ ഡയറക്ടർ അതിനനുസരിച്ച് അവരെ മോൾഡ് ചെയ്തെടുത്ത് ആ ക്യാരക്ടേഴ്സ് മോൾഡ് ചെയ്തെടുത്ത് അവർക്ക് ആ പ്രോപ്പർ ഡയലോഗ്സ്, ആ കറക്റ്റ് സ്ക്രിപ്റ്റിൽ ഡയലോഗ്സ് എക്സാക്ട്ലി അത് കൊടുത്തുകൊണ്ടാണ് ആ സംഭവം ക്ലിയർ ആയിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അതിന്റെ BGM അതിനൊപ്പം അടിച്ചുപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് BGM. ഇടയ്ക്ക് എനിക്ക് തോന്നി അത് കുറച്ച് സ്ഥലത്തൊക്കെ ഭയങ്കര ലൗഡായി പോയോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ കല്ലുവല്ലി വിട്. ദ മൂവി വാസ് അബ്സല്യൂട്ട്ലി നൈസ്. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സത്യനന്ദിക്കാട് ഫീലാണ് പണം തുടങ്ങുമ്പോൾ കിട്ടുന്നത്. ആ പഴയ മോഹൻലാൽ ആ ഒരു രസകരമായ കുടുംബത്തിലെ ആ ഒരു ദൃശ്യം സ്റ്റൈൽ അതിൽ നമുക്ക് കാണാം. ദൃശ്യം സ്റ്റൈൽ ആണ് നമ്മൾ പറയുന്നത് ദൃശ്യം ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ ഡയറക്ടറും അതൊരു ഇൻസ്പിറേഷൻ അതിൽ കിട്ടിയോന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു അംശങ്ങളൊക്കെ നമുക്കുണ്ട്. ആ ഫാമിലി നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലി, അവരുടെ ഒരു ലൈഫ്, പിന്നെ അതിലുണ്ടാകുന്ന ഒരു ട്രാജഡി, അതാണല്ലോ ഒരു ത്രെഡ്. ബട്ട് എനിവേ ഇതൊരു കോപ്പി അടി തേങ്ങയും വാങ്ങിയൊന്നുമല്ല. അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനവിടെ വായിച്ചു വന്നൊരു സ്ക്രിപ്റ്റ് എവിടെ നിന്ന് കോപ്പി അടിച്ചാണ് ഐ ഡോണ്ട് നോ. ബട്ട് ഡെഫിനറ്റ്ലി ഈവൻ കോപ്പി അടിച്ചാണ് പോലും ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അടിപൊളിയാണ്. ഈ ഡയറക്ടർ നന്നായിന്നാ പറയുള്ളൂ ആൾ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. ബിക്കോസ് ഹീ ഹാസ് ഡൺ 100% ജസ്റ്റിസ്. ചിലപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയവന് പോലും ചിലപ്പോൾ അത് ഈ ലെവലിൽ എത്തിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ ജോർജേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പുള്ളി ഒരു മഹാസംഭവം കേട്ടോ. പുള്ളിയിൽ 2-3 മുഖങ്ങളാണ് ഞാൻ കാണുന്നത്. മറ്റേ തിലകൻ, ഷമ്മി തിലകൻ, ബിജു മേനോൻ, അങ്ങനെ പല നവരസങ്ങൾ, പല ആക്ടേഴ്സിന്റെ പല ഭാവങ്ങൾ പുള്ളിയുടെ ഈ പഴയ NF വർഗീസ് അല്ലേ, ആ ഒരു അംശമൊക്കെ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പുള്ളി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെ പിറുപിറുക്കുന്ന ഒരു സ്റ്റൈലും പിന്നെ ആ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര പൈശാചികമായ ഒരു ചിരി ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ നോക്കിയിട്ട് നമ്മളൊരു വില്ലനാണ്, അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ചിരിക്കുമ്പോൾ ഹായ് എന്നൊക്കെ പറയാം. പുള്ളിയുടെ ആ നോക്കി ചിരിക്കുമ്പോഴുള്ള ചിരിയിൽ എന്നെ മനസ്സിലാക്കും എൻ്റെ പൊന്നു മോനെ ഇയാളൊരു പെശക് ടീമാണെന്ന്. അപ്പോൾ ആ ലെവലിൽ എന്ന് പറഞ്ഞാൽ പണ്ട് NF വർഗീസ് ഒക്കെ ചെയ്ത് വെച്ചൊരു കഥാപാത്രങ്ങളുണ്ട്. ചില പോലീസ് ഓഫീസറായിട്ടോ ചില വില്ലനായിട്ടുള്ള അച്ഛൻ കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ അമ്മായിപ്പൻ കഥാപാത്രമായിട്ടൊക്കെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്ത് വെച്ചിട്ട് NF വർഗീസ് ചെയ്ത കുറെ ക്യാരക്ടർ അതിൻ്റെയൊക്കെ ഒരു മാനറിസംസ് ഇങ്ങനെ മിനിമം ഇതെല്ലാം ഉണ്ട്. ബിജു മേനോനുണ്ട്, ഇതെല്ലാം പുള്ളി ത്രൂ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഒരു നടൻ. I think he can do great roles in Malayalam movies, not only Malayalam movies, all over India, because he's a very versatile actor. ഈ ഒരു ഫസ്റ്റ് മൂവിയിൽ അത് ബേസിക്കലി പുള്ളി ഒരു ആഡ് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് ഡയറക്ഷൻ ഓൾറെഡി അറിയാം. ആ ക്യാമറയുടെ മുമ്പിൽ വെക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇത് പുള്ളി ഇപ്പോൾ സിനിമയിൽ ആദ്യമായിട്ടാണെങ്കിലും പുള്ളി ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടൊന്നല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബിക്കോസ് ആ ക്യാമറ ഷൈ എന്നൊരു സംഭവം പുള്ളിയുടെ മുഖത്തേ കാണുന്നില്ല. പുള്ളി ഈ എന്താ പറയുക നമ്മളെ മുഖത്ത് നോക്കി അഭിനയിക്കുന്ന പോലെയാണ്. അഭിനയിക്കല്ല, മീൻസ് ജീവിക്കുന്ന പോലെ അതൊരു ക്യാരക്ടറായിരുന്നു. നമ്മളതിൽ ഈ വ്യക്തിനെയല്ല കാണുന്നത്, ഒരു ആ ജോർജിനെയാണ് കാണുന്നത്. CI ജോർജ്, DYSP CI ജോർജ്. അത് ആ ജോർജേട്ടനോടെ ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ആ പറയുന്ന ആ ഒരു ജോർജേട്ടനെ നമ്മളതിൽ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ബിനു പപ്പുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ SI ബെന്നീനെ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ഈ ബിനു പപ്പുവിനെ അതിൽ കാണുന്നില്ല. അതുപോലെ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ എടുത്താൽ പോലും അതിൽ നമ്മൾ ലാലേട്ടനെ കാണുന്നില്ല. നമ്മളെപ്പോഴും കാണുന്നത് ഈ ഷൺമുഖൻ അല്ലെങ്കിൽ AK ബെൻസ് ആ ക്യാരക്ടറാണ് നമ്മളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു ഞാൻ പറഞ്ഞ ഒരു ബ്രില്യൻ മൂവിയാണെന്നാണ്. ബിക്കോസ് ഇതിൽ ക്യാരക്ടേഴ്സാണ് വരുന്നത് പുറത്തേക്ക്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ലാലേട്ടൻ അങ്ങനെ പറ്റിയല്ലോ എന്നുള്ള നമ്മൾ ആ ക്യാരക്ടറിന് അങ്ങനെ സംഭവിച്ചല്ലോ, അതാണ് നമ്മളെ മനസ്സിലുള്ള വിഷമം. പിന്നെ ആ കൂടി എനിക്കൊരു വിഷമമായത് എന്താ പറയുക, മൊത്തം ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു മനസ്സിൽ മൊത്തം. ഒരു ട്രാജഡി. ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമായിട്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. നല്ലൊരു സിനിമ കണ്ടിട്ടാണ് ഇറങ്ങുന്നത് പോലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂഡിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ത്രൂ ഔട്ട് ദ നൈറ്റ് ഞാൻ ഉറങ്ങുമ്പോൾ പോലും എനിക്ക് ഇതിലത്തെ ഓരോ രംഗങ്ങൾ ഇങ്ങനെ അതെന്തിനാണ് അത് അങ്ങനെ ചെയ്യാറുന്നില്ല ഇങ്ങനെ ചെയ്യാറുന്നത്. കാരണം സിനിമ നന്നാക്കാറുന്നല്ലോ പറയാം. ആ ക്യാരക്ടറിന് അത് നേരത്തെ എന്തുകൊണ്ട് അറിഞ്ഞില്ല, എന്തുകൊണ്ട് പുള്ളി അത് സെൻസ് ചെയ്തില്ല എന്നിങ്ങനെ പല കാര്യങ്ങളാണ്. ബിക്കോസ് അത്രയും നമ്മൾ ആ സിനിമയിൽ ഇൻഡെപ്ത് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം. സോ എനിവേ ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എന്നോടൊന്ന് ഒരാൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞ പോലെ ലാലേട്ടൻ
എവിടെയും പോയിട്ടില്ല. ഈ ലാലേട്ടനെ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ പുള്ളിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഇങ്ങനെ കോലം കെട്ടിയ പോലെ നിൽക്കുന്നു എന്നുള്ളൊരു കഥ മാത്രമായിട്ട് മാറുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടറോ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടറോ അവരൊരിക്കലും കളി മീൻസ് അവരെ സ്കില്ല് മറക്കില്ല. പക്ഷെ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അത് ആ സിനിമ എടുക്കുന്ന ഡയറക്ടേഴ്സും അത് ആ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇവർക്കല്ല പ്രശ്നം പറ്റിയിരിക്കുന്നത്, ഇവരെല്ലാം ഔട്ടായി പോകുന്നത്. ഈ ഡയറക്ടേഴ്സിന് അതിന്റെ കഴിവില്ലാത്ത, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിവില്ലാത്ത ഡയറക്ടേഴ്സാണ് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനൊരു മെയിൻ ഉദാഹരണമാണ് ഈ ഒരു സിനിമ. എന്താ പറയുക, പുള്ളിനെ കൊണ്ട് ലാലേട്ടനെ കൊണ്ട് കോമാളി വേഷം കെട്ടിപ്പിക്കാം, മറ്റേ ഒടിയനിലൊക്കെ ചെയ്ത പോലെ കുറെ പൈസ ചെലവാക്കിയിട്ട് പുള്ളിയെ മീശയൊക്കെ പഠിപ്പിച്ച് ഒരു കോമാളി വേഷം കെട്ടിപ്പിക്കാം. ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിലിമും നമുക്ക് എടുക്കാനുള്ള കാലിബറുള്ള ഡയറക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ലാലേട്ടനെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയും. അതിന് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ ഞാൻ പണ്ടവിടെ വായിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പാത്രത്തിൻ്റെ ആകൃതി വരുന്നുണ്ട്. അതുപോലെ ആ ഒരു വെള്ളം പോലെയാണ് ലാലേട്ടൻ. അല്ലാണ്ട് പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ആക്ടിങ് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ പുള്ളി അങ്ങോട്ട് ഇതുപോലെ തന്നെയാണ് നമ്മളെ മമ്മൂക്കി. പുള്ളി അങ്ങനെ ആണ്ട് ആ ക്യാരക്ടർ ഉണ്ടായിപ്പോവാണ്. അത് പുള്ളിക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടേഴ്സ് ആക്ടേഴ്സാണ് ഇവരൊക്കെ. അല്ലാതെ ഈ അവിടെ ചെന്നിട്ട് എനിക്കും ഡയറക്റ്റ് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന ചില രായപ്പന്മാരെ പോലത്തെ ആക്ടേഴ്സ് അല്ല ഇവർ. അപ്പോൾ എങ്ങനെ? സോ ഗായ്സ്, ഈ സിനിമ പൊളിച്ചു, എന്താ പറയുക, പൊളിച്ച് വമ്പൻ ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ, മലയാളികളൊന്നും ഓർമ്മിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ, തുടരട്ടെ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. കുറച്ച് ഓവറായിപ്പോയെന്ന് വെച്ചു.